നിയമസഭാ നടപടികൾ തുടങ്ങിയിരിക്കുന്നു. തത്സമയം മുഖ്യമന്ത്രിയുടെയും വകുപ്പിന്റെയും സമ്മർദ്ദം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ് നിയമസഭയ്ക്കകത്തും പുറത്തും. ഇന്ന് നിയമസഭ ഇരുന്ന അവസാന ദിവസമാണ്. സർ, അങ്ങേക്കറിയാം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ച ഈ കേസിൽ ഈ പ്രതികളെല്ലാവരും, ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള എല്ലാവരും സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടി പുറത്തു വരികയാണ്. കഴിഞ്ഞ 90 ദിവസമായിട്ട് ഒരു പ്രാഥമികമായ കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാതെയാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിൽക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ ഒരു വിഭാഗം ജനങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അതിൻ്റെ വലിയ ഉത്കണ്ഠയുണ്ട്, വലിയ പരിഭ്രാന്തിയുണ്ട്. ഇതുപോലെയുള്ള ഒരു പവിത്രമായ സ്ഥലത്ത് ഇതുപോലെ ഒരു കൊള്ള നടന്നിട്ട് അതിനെക്കുറിച്ചൊരു അന്വേഷണം 90 ദിവസമാകുമ്പോൾ, സാർ, ഞങ്ങൾ ഭയപ്പെടുന്നത് ഈ പ്രതികൾ പുറത്തുവിടുമ്പോൾ ഇപ്പോൾ തന്നെ വേണ്ട രീതിയിലുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടില്ല. ഈ പ്രതികൾ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കപ്പെടും, ഒരു സംശയമില്ല. ഇതൊരു കോടീശ്വരനാണ് ഈ ദ്വാരപാലക വിഗ്രഹം വിറ്റിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലും ആ തൊണ്ടി മുതൽ പോലും കണ്ടെടുക്കാൻ 90 ദിവസമായിട്ട് കഴിഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ പറ്റിയിട്ടില്ല. സാർ, ഈ പ്രതികൾ കൂടി പുറത്തിറങ്ങിയാൽ മുഴുവൻ തെളിവുകൾ നശിപ്പിക്കപ്പെട്ട് ശബരിമല സ്വർണ്ണ കവർച്ച എന്ന് പറയുന്നത് ഇല്ലാതായി മാഞ്ഞു പോകും. സാർ, അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. സഭയിൽ കഴിഞ്ഞ ദിവസം അങ്ങ് ചില പ്രയാസങ്ങൾ പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ മെമ്പർമാര് ഡയസിലേക്ക് എരച്ചു കയറിയെന്ന്. സാർ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അവരുടെ കയ്യിലുള്ള ബാനർ വാച്ച് ആൻഡ് വാർഡ് ബലമായി ഈ സഭയിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ പിടിച്ചു വലിച്ചപ്പോൾ അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഡയസിലേക്ക് കയറിയത്. സാർ, അങ്ങോട്ട് പറയുന്നു, ഞങ്ങൾ സമാധാനപരമായിട്ടാണ് ഈ നിയമസഭയിൽ ഞങ്ങൾ സമരം നടത്തിയത്. സാർ, കേരളത്തിലെ, സാർ, ഞാൻ അന്ന് തന്ന എന്റെ അവകാശം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നു. ഒരു മന്ത്രി തടസ്സപ്പെടുത്തിയാണ്, അന്ന് എനിക്ക് തന്നാണ് ഈ അവസരം. സാർ, ഈ നിയമസഭാ സമ്മേളനം കൂടെ തീരുകയാണ്. സാർ, ഞങ്ങൾ ഈ സമരം സഭയ്ക്കകത്ത് ഞങ്ങൾ ആരംഭിച്ച സമരം ഞങ്ങൾ സഭയ്ക്ക് പുറത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. സാർ, അതിശക്തമായി ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. സാർ, ഇവരെ ഈ അന്വേഷണം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, ഈ അന്വേഷണം മുന്നോട്ട് പോയാൽ CPM-ന്റെ പ്രധാനപ്പെട്ട ആളുകൾ, നേതാക്കൾ ക്യൂവിലാണ്, അവർ ജയിലിൽ പോകും എന്നുള്ള ഭയം കൊണ്ടാണ് ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യുക. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ പരാമർശിച്ചു. ഇവിടെ ബാനർ പിടിച്ചു കയറാനാണ് ഇങ്ങോട്ട് ഡയസ് കയറിയത്. യഥാർത്ഥത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ബാരിക്കേഡ് മറിച്ചു കയറുന്നത് പോലെയാണ് നിങ്ങളുടെ പല MLA-മാരും ശ്രമിച്ചത്. അത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അതോടൊപ്പം തന്നെ ചെയറിനെ തെരുവിലിട്ട് അലക്കുന്ന രീതിയും ശരിയല്ല. ചെയറിന് തെരുവിൽ വന്ന് പറയാൻ സാധിക്കുന്നതല്ല. ഇപ്പൊ തെരുവിനെ സ്ട്രീറ്റിലിട്ട് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം അലക്കുന്ന രീതിയും ശരിയല്ല. ചെയർ ഈ സീറ്റിലേക്ക് വന്നത് എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ടതല്ല. ചെയർ എയർ ഡ്രോപ്പ് ചെയ്യപ്പെട്ട് സഭയിൽ വന്ന ആളല്ല. വളരെ കൃത്യമായി ദീർഘകാലത്തെ അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം പരസ്യമായി ചെയറിനെ തെരുവിലിട്ട് അലക്കുന്ന രീതി ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ എന്ന് ഉത്തരവാദപ്പെട്ട നേതൃത്വമാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അത് ഉത്തരവാദപ്പെട്ട MLA-മാർ ഒരു പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചു കയറുന്നത് പോലെയാണ് ഇവിടെ കയറിയിട്ടുള്ളത്. ഒരു തരത്തിലും പ്രകോപനം വാച്ച് ആൻഡ് വാർഡിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. അതേസമയം വാച്ച് ആൻഡ് വാർഡിനെ ബാനർ കെട്ടിയ വടി കൊണ്ട് അടിക്കാൻ നിങ്ങളുടെ സാമാജികന്മാർ തയ്യാറായി. ഈ ഇലക്ഷന്റെ ഫോർ ഫ്രണ്ടിൽ എന്നെ കൊണ്ട് പറയിക്കേണ്ട പേര് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ചില MLA-മാർ തയ്യാറായി എന്നുള്ളത് ശരിയാണ്. അത്തരം രീതി ശരിയല്ല എന്ന് ഒരിക്കൽ കൂടി വളരെ പൊളൈറ്റായി പറയാൻ ആഗ്രഹിക്കുകയാണ്.